സോറി? ആരോട്? ദേ കുഞ്ഞേച്ചി, രാത്രിയിലെ കാര്യങ്ങൾ വിട്ടേക്ക്. കുഞ്ഞേച്ചി മനസ്സറിഞ്ഞ് ചെയ്ത് തെറ്റൊന്നും അല്ലല്ലോ. മാത്രമല്ല, അർദ്ധരാത്രിയിൽ വണ്ടിയിൽ പാഞ്ഞെത്തി മകന്റെ മണിയറ വാതില് മുട്ടി വിളിച്ച് ആദ്യ രാത്രി തടസ്സപ്പെടുത്തുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത്രയ്ക്ക് അവരുടെ മനസ്സ് വൃത്തികെട്ടതാണെന്ന് ആരും അറിഞ്ഞില്ല. കടപ്പാടിന്റെയും വാക്കുകൊടുക്കലിന്റെയും പേര് പറഞ്ഞ് അതിന് കൂട്ടുവരാൻ കൂടെ ഒരു പെണ്ണും. നാണം കെട്ട പരിപാടിയായി പോയി. സത്യാമ്മയും സുസ്മിതയും ചെയ്തത് എന്നെ വേദനിപ്പിക്കുന്നില്ല ശ്യാമേ. സത്യാമ്മയുടെ അറിവോടെയല്ല വിഷ്ണുവേട്ടൻ ആദ്യ രാത്രിക്ക് ഒരുങ്ങിയതെങ്കിൽ ഇത് തന്നെ സംഭവിക്കായിരുന്നുള്ളൂ. സത്യാമ്മ സമ്മതിച്ചൊന്നൊരു 100 വട്ടം ചോദിച്ചതാ ഞാൻ വിഷ്ണുവേട്ടനോട്. അപ്പൊ എല്ലാം സമ്മതിച്ചൊന്നു തന്നെയായിരുന്നു മറുപടി. സത്യം പറഞ്ഞ മണിയറ വാതിലിൽ മുട്ടി വിളിച്ച അമ്മയ്ക്ക് മുന്നിൽ തകർന്നു നിൽക്കുന്ന വിഷ്ണുവേട്ടന്റെ മുഖം എന്നെ വേട്ടയാടുന്നത്. സത്യമ്മയുടെ മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലുള്ള വിഷ്ണുവേട്ടന്റെ മൗനം, നിസ്സഹായ അവസ്ഥ, ഈ കുടുംബത്തിലെ സ്ത്രീകൾക്ക് മുന്നിൽ വളരെ വെളുത്തുള്ള ഒരു നിൽപ്പ് ഓർക്കും തോറും എന്റെ ഉള്ള തിളച്ചു മറിയുന്നത് കഞ്ഞിക്കലോ അല്ല. നിനക്കറിയോ ശ്യാമേ, സുസ്മിതയുടെ വിവാഹം കഴിഞ്ഞ ശേഷമേ വിഷ്ണുവേട്ടനുമായി ദാമ്പത്യ ബന്ധം ഉണ്ടാവൂന്ന് അങ്ങോട്ട് വാക്ക് കൊടുത്തത് ഞാനാ. ഇപ്പൊ അത് തെറ്റിയില്ലേ? ഏത് സമയം കെട്ടുപൊട്ടിക്കാൻ കാത്തുനിന്ന ഒരു കള്ളിയുടെ ചിത്രമായില്ലേ അവരുടെയൊക്കെ ഉള്ളിൽ എന്റെ സ്ഥാനം. സത്യാമ്മ തല്ലിയതിന്റെ വേദന ഞാൻ അറിഞ്ഞില്ല. പക്ഷെ പറയാതെ പറയുന്ന ചില വാക്കുകളുണ്ട്. പറയുന്ന വാക്കുകൾക്കിടയിൽ മൗനമുണ്ട്. അതെല്ലാം എനിക്കെതിരായിരുന്നു. സീതാദേവിയെ പോലെ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് ആ നിമിഷം ഞാൻ ആഗ്രഹിച്ചത്. അവിടെ നിൽക്കാൻ നിൽക്കാൻ നിൽക്കണവിടെ നിൽക്കാനല്ല പറഞ്ഞത്. നിൽക്കണവിടെ. എന്താണ് പ്രശ്നം? ഒന്നുമില്ല, നീ അങ്ങ് മാറ്. അതെങ്ങനെ മാറും? ഇതിപ്പോ സംഗതി ക്ലിയർ അല്ലേ? നാട്ടുംപുറം നട്ടുച്ച ഒരു പെൺകിടാവ് പ്രാണനും കൈപിടിച്ച് ഓടുന്നു. 4 എണ്ണം ജീൻസും ടീഷർട്ട് ഇട്ട് പിന്നാലെ എങ്ങനെ ഓടുക? ഇനിയിപ്പോ നിങ്ങൾ അയച്ചത് ആരാന്ന് കൂടി പറഞ്ഞാൽ മതി. നമുക്ക് ഒരു സ്റ്റണ്ട് സീൻ അങ്ങോട്ട് തുടങ്ങാം. ഞാനാ?
നിന്നെ വിടില്ലടി. നിൽക്കണേ അവിടെ. ഇങ്ങോട്ട് വേണം. നിന്നെ വിടില്ലടി. നിൽക്കാൻ. വെറുതെ എടി, വാടാ, വന്ന് പിടിയടാ. നിൽക്കടി അവിടെ. എവിടെയാണ് നീ ഓടുന്നേ? ഒരു താലിമാല ചുമന്ന് നടക്കുന്നതേ തമാശ കാണിക്കാനല്ല, നിന്റെ കഴുത്തി കെട്ടാനാ. അത് ഞാൻ ഉടൻ നടത്തും, നാട്ടുകാരെ മുന്നിൽ വെച്ച് തന്നെ. വീട്ടിലൂടെ നിന്നെ. ശാരദാമ്മ എത്ര? 40. എന്താമ്മേ? ഒരു പല്ലി. അത് പോയില്ലേ? പോയി, പക്ഷെ എനിക്കെന്തോ ഒരു ദുസ്സൂചന പോലെ. എന്തോ ആപത്ത് ഇവിടേക്ക് കടന്നു വരുന്നു എന്നൊരു തോന്നല്. ദേ തുടങ്ങി. അമ്മ അമ്മയുടെ പാട് നോക്കി പോയെ. ശാരദാമ്മേ, അരിപ്പൊടി തീർന്നു, വറ്റൽ മുളകും വാങ്ങിക്കണം. കൊടുക്ക്. പോയിട്ട് വാ ചേച്ചി. ഈശ്വര, ഇനി എന്ത് മാരണമാണോ കേറി വരുന്നത്? ഏതായാലും സാറ് പറഞ്ഞ പോലെ ഇതൊരു കോഞ്ഞാട്ട ഹോട്ടലാ. നക്ഷത്രമൊന്നും കെട്ടി തൂക്കിയിട്ടുമില്ല. പക്ഷെ ഒറ്റ കാര്യത്തില് സാറിന് ഞാനൊരു ഉറപ്പ് തരാം. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചവരാരും പെടഞ്ഞു വീണ് മരിക്കില്ല. ഇവിടെ ഉള്ളവരുടെ ഭക്ഷണത്തിലും ഇവിടെ ഉള്ളവരുടെ മനസ്സിലും മായം കലർത്തിയിട്ടില്ല എന്ന് സാരം.
ആണോ? പഞ്ച് ഡയലോഗൊക്കെ ആണല്ലോ. നിങ്ങളാണോ ഈ ശാരദാമ്മ? കുടുംബശ്രീ ശാരദ? അതെ. അതാ ഇത്രക്കും വീര്യം. ഏതായാലും എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ആ എന്റെ പേര് നരേന്ദ്രൻ, പെരുവണ്ണാപുരത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. അടുത്തിടെ നമ്മുടെ പഞ്ചായത്ത് വക ഒരു ഫംഗ്ഷൻ ഉണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു യാത്രയയപ്പ്. അതിന് 100 പേർക്കുള്ള ഭക്ഷണം വേണം. എന്താ കുടുംബശ്രീ നടക്കുവോ? ഓർഡർ തന്നാ നടക്കും സാർ. ഇവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് വരെ സദ്യ വിളമ്പുന്നവരാ ഞങ്ങള്. അതുകൊണ്ടാ മുമ്പ് സാർ ഈ പേര് കേട്ടതും ഇവിടെ അന്വേഷിച്ചു വന്നതും. സന്തോഷം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ആ ചായക്ക് എത്രയായി? 10 രൂപ. ഇന്നിപ്പോ തീയതി 23 അല്ലേ? 27 ഫംഗ്ഷൻ. അഡ്വാൻസും കൊടുത്ത് ആളെ വിടാം. ശരി. എപ്പോഴും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഇങ്ങനെ നാടകവും മിമിക്രി കാണിക്കുന്നത് പതിവാണല്ലോ. അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന വേദനയും വിഷമവും എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ശാരദാമ്മ, ഇത് ശാരദാമ്മയുടെ വീടാ. ആളിവിടെ ഇല്ലെങ്കിൽ കടയിൽ കാണും. അതെ, നിന്നെ കൊണ്ട് മനഃപൂർവ്വം അവനൊരു ചായ കൊടുപ്പിക്കുന്നതാ. താലി കെട്ടിയ പുരുഷന് ഭാര്യ ഭക്ഷണം കൊടുക്കുമ്പോ അതൊരു വേവിച്ചതും തിളച്ച് പാകപ്പെട്ടതുമായ ഭക്ഷണവസ്തു മാത്രമല്ല, സ്വന്തം ജീവിതവും മനസ്സും കൊണ്ടുള്ള വിശപ്പാറ്റല. അതില് സങ്കടത്തിന്റെയും പരിഭവത്തിന്റെയും ഉപ്പ് അധികം ചേർന്നാൽ കയ്ക്കും. സന്തോഷത്തിന്റെ മധുരമാണ് ആ ബന്ധത്തെ നിലനിർത്തുന്നത്. കുടുംബശ്രീ ശാരദയുടെ അടുക്കള കണ്ട് വളർന്ന നീ അതുകൂടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ചേച്ചി പോയി കുറച്ചു സമയം വിശ്രമിച്ചോ. കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ കൂടി കൂടാമോ? ഇവിടെ ചെയ്യാൻ രണ്ടാൾക്കുള്ളതൊന്നും ഇല്ലേ ചേച്ചി. ചേച്ചി പോയി റെസ്റ്റ് എടുക്ക. ശരി. എന്താ അമ്മേ? കുന്തം, നീ എന്ത് ചെയ്യാ മുറി അടച്ചിരുന്ന്? കുറെ നേരം ആയല്ലോ. ഞാനൊന്ന് മയങ്ങിപ്പോയമ്മേ. മയങ്ങിപ്പോയമ്മേ. ദേവിയുടെ പറയെഴുന്നള്ളിപ്പ് വരുന്ന ദിവസം കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിന് പറയാൻ പറ്റിയ ന്യായമാണോ ഇത്? ശരി, അത് കൊള്ളാം. ഞാൻ പിന്നെന്താ ഇവിടെ വെളിച്ചപ്പാടായിട്ട് വാളെടുത്ത് നിന്ന് തുള്ളണോ? തുള്ളിയാലും കുഴപ്പമില്ലടി. നിന്റെ നന്മയ്ക്കായിട്ടാ ഇവിടെ ഞാനിങ്ങനെ ഓരോന്ന് നടത്തുന്നത്. നീ വേണോ അതിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ? ആ അസത്തോ വേലക്കാരി പെണ്ണോ അല്ല. നിനക്ക് വേണ്ടി ഞാൻ ആ ആനന്ദുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ. ആ പ്രീതി വയറ് വീർപ്പിച്ചോണ്ട് വന്നിരിക്കല്ലേ അമ്മേ. ഇനി അതൊന്നും നടക്കുന്ന എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഏട്ടൻ ഇനി ആ ഗർഭത്തിന്റെ പുറകെ നടക്കാൻ സമയം ഉണ്ടാവും. അവൻ അങ്ങനെ കരുതിയാൽ അങ്ങനെ.
പക്ഷേ നമ്മൾ അപശകനമെന്ന് കരുതുന്ന പ്രീതിയുടെ വയറ് തന്നെ നമുക്കൊരു ലോട്ടറി ആക്കിയല്ലോ എന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. നിറവയറിനെ ലോട്ടറി ആക്കാനോ? അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? അമ്മ പലതും ഉദ്ദേശിക്കുന്നുണ്ട്. പറയെഴുന്നള്ളിപ്പിന് ബന്ധുമിത്രാദികളെ ഇങ്ങോട്ട് ക്ഷണിച്ചത് മഹാദേവി ഈ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കുമെന്ന് കരുതി മാത്രമല്ല, ദേവിക്കൊപ്പം ഈ വസ്മതി കൂടെ അധ്വാനിച്ച് ചില ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. എല്ലാവരും ഒന്ന് എത്തിച്ചേർന്നോട്ടെ. നീ കണ്ടോ, ഇന്ന് പലതും ഇവിടെ നടക്കും. എന്റെ ദേവി കൂടെ നിന്ന് സഹായിക്കണേ. പറയെഴുന്നള്ളിപ്പിന് സദ്യ കൊടുക്കാന്ന് പറഞ്ഞ് സ്വന്തക്കാരെയെല്ലാം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അവർക്ക് വാഴയില വെട്ടിയിട്ട് വായു കൊടുത്താ പോരാ. വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ അവിടുത്തെ പെണ്ണുങ്ങളാ വല്ലതും വെച്ചുണ്ടാക്കേണ്ടത്. അല്ലാതെ അതിഥികളുടെ കൂട്ടത്തിൽ കൊച്ചമ്മയായിട്ട് കയ്യും കഴുകി വന്ന് ഇരുന്നാ പോരാ. എവിടെ നോക്കി നിൽക്കാടി? പോയി ജോലി. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചോ? ഇവിടെ വസുമതിക്ക് മുന്നിൽ നിന്റെ വക്കാലത്തിന് വരില്ല ആരും. അമ്മേ, മോളി ചെല്ലു. അമ്മേനെ കളിയാക്കിയതല്ലോ. എന്തിന്? നീ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ എന്റെ വീടായിട്ട് തന്നെ ഞാനും കരുതാം. ആ ഹലോ, നിങ്ങൾ എത്തിയോ? അല്ല, ഇതാര് സ്വാതിയോ? ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ അകത്തേക്ക് വാ. വാട്ട് എ സർപ്രൈസ്. അത് വളരെ മോശമാണ്. ഇതുവരെ വന്ന സ്ഥിതിക്ക് പ്രീതിയെങ്കിലും ഒന്ന് കാണാതെ പോകുന്നത് ഭയങ്കര ബോറാ. വരാന്നേ, എനിക്കൊരല്പ സമയം എന്താ? ഞാനൊരാളെ അന്വേഷിച്ചിട്ടുള്ള അത്യാവശ്യ യാത്രയില. അതെ അതെ, സത്യം പറഞ്ഞ അത്യാവശ്യമായിട്ട് പോവുകയായിരുന്നു സ്വാതി. വണ്ടി പണിമുടക്കിയ ഞങ്ങക്ക് ലിഫ്റ്റ് തന്നു തന്നെ പാഴായി കുറെ സമയം. അതുകൊണ്ട് ഉടനെ കയറാൻ ഞാൻ നിർബന്ധിക്കില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. ഇവിടെ കിച്ചണിലൊക്കെ പുതിയ അപ്പോയിന്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ചായയും കോഫിയും കിട്ടും. അതുകൊണ്ട് പറഞ്ഞതാ. ആളെ പരിചയപ്പെട്ട് വേണമെങ്കിൽ ഗുരുദക്ഷിണ വെക്കാവുന്നത്ര കൈപുണ്യം ഉണ്ടെന്ന് ഞാൻ പറയും. ഓഹോ, അത്രയ്ക്ക് കൈപുണ്യാണെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ നടത്തി നോക്കിയാലോ? എന്നുവെച്ചാ സ്വാതി നല്ല പാചകക്കാരിയാണെന്നാണോ? അയ്യോ അല്ലേ, നമ്മൾ ആ കാര്യത്തിലൊക്കെ ലോക തോൽവിയാ. പക്ഷേ ലോകത്തെ ഏതു മികച്ച ഷെഫിനോടും കിട പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു പാചകക്കാരിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. വാസ്തവത്തില് ആ കക്ഷി അന്വേഷിച്ചുള്ള യാത്രയില്ല ഞാനിപ്പോ. അപ്പൊ കാണാം. പോട്ടെ. ശരി, പോട്ടെ ശാലിനി. ശാരദാമ്മേ. ശരി മോളെ. ബൈ. ഹലോ, എല്ലാരും എത്തി അർജുനേട്ടാ? ഈ എല്ലാരും ഉദ്ദേശിച്ച ആരെ? ചടങ്ങിന് വന്ന എല്ലാരെയും ആണോ? ഒന്ന് പോ അർജുനേട്ടാ. വിഷ്ണുവിന്റെ കാര്യമാണെങ്കിലേ ആളെത്തിയിട്ടുണ്ട്. ഒന്ന് പോയി അവിടുന്ന്. ഞാനേ പോയി പ്രീതി ഒന്ന് കാണട്ടെ. അതെ, ഇനി അത് പ്രീതിയുടെ അക്കൗണ്ടിൽ വരവ് വെച്ചോ.
നിന്നെ ബസുമതി, അമ്മു ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞിട്ട് മതി ഇനി ശിക്ഷിക്കുന്നത്. ഇവള് ചെയ്ത തെറ്റോ? ഇവള് തന്നെയാ തെറ്റ്. ഇവളിവിടെ നിർത്തിയിരിക്കുന്നത് വീട്ടു ജോലി ചെയ്യാനും പ്രീതിയെ നോക്കാനുമാ, അല്ലാതെ പാത്തും പതുങ്ങി ന്യൂസ് ചോർത്താനല്ല. ഒപ്പം ആരുടെയും പക്ഷം പിടിക്കുകയും വേണ്ട. പണിയെടുത്തിട്ട് സ്വന്തം പാട് നോക്കി പൊയ്ക്കോണം ജോലിക്കാരികള്. അമ്മ എവിടെ പാത്തും പതുങ്ങി നിന്നെന്നാ? ഇവള് ആരുടെ പക്ഷം പിടിച്ചെന്ന് ആന്റി പറയുന്നേ? എന്റെ മകൻ എന്നോട് സംസാരിച്ചത് ഇവളവിടെ മറിഞ്ഞു നിന്ന് കേട്ടെന്ന് എനിക്ക് ഉറപ്പാ. അതോ എനിക്ക് ഇവള് നെല്ലിക്ക ജ്യൂസും കൊണ്ട് വന്നത്? ഒരിക്കലുമല്ല. ബസുമതി ഈ പറഞ്ഞ സമയം മുഴുവൻ ഈ കുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കഴിച്ചതിന്റെയും കുടിച്ചതിന്റെയും എച്ചിലെടുത്തും ഗ്ലാസ് കഴുകി അടുക്കളയില്. അതിനിടയില് ഇവളാരുടെയും പക്ഷം പിടിച്ചെന്നും പരിഹസിച്ചെന്നും എനിക്ക് തോന്നുന്നില്ല. ഓഹോ, അപ്പൊ ഞാനായോ കുറ്റക്കാരി? ദേ ശാരദമ്മേ, ഇവളെ ഒന്ന് അടിച്ചൂന്ന് വെച്ച് എനിക്ക് നിങ്ങളോട് കാരണം ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളോടൊന്നല്ല, ആരോടും. അതിന്റെ ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല ബസുമതി. വീട്ടുജോലിക്ക് നിൽക്കുന്നെന്ന് കരുതി നിങ്ങളുടെ അടിയും ചവിട്ടും കുത്തും വാങ്ങേണ്ട മിണ്ടാപ്രാണിയൊന്നും അല്ല ഇവള്. എന്നെയും നിങ്ങളെയും പോലെ അടികൊണ്ട വേദനിക്കുകയും മുറിപ്പെടുത്തിയ ചോര ഒഴുകുകയും ചെയ്യുന്ന ശരീരം ഇവക്കും ഉണ്ട്. എന്റെയും നിങ്ങളുടെയും ശരീരത്തിന് ചുവന്ന ചോരയും ഇവളുടെ ശരീരത്തിന് പച്ച നിറത്തിലെ ചോരയും അല്ല വരുന്നതെന്ന് ഒന്ന് ഓർത്താ നന്നായിരിക്കും. സ്പിരിറ്റ് എന്താന്ന് എനിക്ക് മനസ്സിലായി. പാത്രം കഴുകാൻ നിൽക്കുന്നവർക്ക് നൊന്താ ശാരദാമ്മയ്ക്കും വേദനിക്കുന്നത് സ്വാഭാവികം. രണ്ടാളും ചെയ്യുന്നത് ഒരേ തൊഴിലാണല്ലോ. പക്ഷേ ഈ വീട് ഭരിക്കുന്നത് വസുമതിയാ. ഭരിക്കുന്നവരെ തീരുമാനിക്കും കാര്യങ്ങള്, അല്ലാതെ ജോലിക്ക് നിൽക്കുന്നവളല്ല. അയ്യോ, പാചകക്കാരുടെ യൂണിയനൊന്നും അല്ല വസുമതി. ഞാന് ഇവൾക്കൊരു മനുഷ്യ സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ശരി, അത്ര വലിയ പരിഗണനയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇവളെ കൂട്ടിക്കൊണ്ട് പോയി പോറ്റിക്കോ ശാരദാമേ. ഇത് ലച്ചുവിന്റെ നാടാ. ഇവിടെ ഉള്ളവരെല്ലാം അന്ന് ക്ഷേത്രത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ടാവും. സ്വാതിയുടെ കൂടെ ചെല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ആ ബുദ്ധി. സഞ്ജുവാ, സ്വാതി ചെല്ലേ. അത് അപ്പച്ചി രണ്ടു മൂന്ന് തൊട്ട് എന്നെ ഫോൺ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയില്ല. ചിലപ്പോ എന്തെങ്കിലും സീരിയസ് മാറ്റർ ആയിരിക്കും. കാര്യം എന്താന്ന് ചോദിച്ചിട്ട് ഞാൻ വരാം. എവിടെ പോയല്ല സഞ്ജു ഒന്ന് ഫ്രീ ആവുക? അമ്മു അവിടെ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. ചെല്ലേ. അമ്മു, അമ്മു, ഞാൻ അമ്മുനെ കാണാൻ വന്നതാ. അമ്മോ? അതെ, എന്റെ വീട്ടിലെ അമ്മു നിന്നത്. മുത്തശ്ശി മരിച്ചപ്പോ ഞങ്ങളാ അമ്മുവിനെ ടാക്സി പിടിച്ച് ഇങ്ങോട്ട് അയച്ചത്. ഇത് അമ്മുന്റെ വീടല്ല. ഇവിടെ ഒരു മുത്തശ്ശി മരിച്ചില്ലേ, ബാലാമണി അമ്മ എന്ന പേരുള്ള? ദൈവമേ, ഈ കുട്ടിയുടെ വീട്ടിലാ ലച്ചു നിൽക്കുന്നത്. ആരെങ്കിലും ഇപ്പൊ വന്നാ ഈ കുട്ടി വന്നതുപോലെ ഇപ്പൊ പോയില്ല. മുത്തശ്ശിയുടെ മരണത്തിന് വന്നിട്ട് അമ്മു ഇതുവരെയും തിരിച്ചു വന്നില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നതാ ഞാൻ. ലച്ചു അവിടെ എത്തിയില്ലേ? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അമ്മു ഈ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അവളൊന്ന് കാണണം. നോക്ക്, അവളെ കാണാതെ ഞാൻ പോവില്ല. കുട്ടി പറയുന്ന അമ്മുന്റെ വീടല്ല ഇത്. ഞങ്ങൾക്ക് അമ്മുനെ അറിയില്ല. ഇവിടെ നിന്നൊരു കുട്ടിയെ സിറ്റിയിലേക്ക് വിവാഹം കഴിപ്പിച്ചു വിട്ടില്ലേ? ഇല്ല, ഇവിടെ ഞാനും എന്റെ ഭർത്താവും അമ്മയും ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ. നിക്ക്, അമ്മുന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇവിടെ ഇല്ലാത്തൊരാളുടെ ഫോട്ടോ ഞാനെന്തിനാ കാണുന്നത്? കുട്ടിക്ക് വീട് തെറ്റിയതാ. പോവാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് വീട് തെറ്റിയിട്ടൊന്നുമില്ല.
നിങ്ങൾ പറയാത്തതാ. നിങ്ങൾ പറയണ്ട, ഞാൻ അയൽക്കാരോട് ചോദിച്ചോളാം, അവര് പറഞ്ഞോളൂ. എന്നപ്പോ ചോദിക്കും. ദൈവമേ, വലിയ കുഴപ്പങ്ങളാ വരാൻ പോകുന്നത്. അമ്മ അവിടെ ഉണ്ടാവും. അമ്മുനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, അവൾ എന്നെയും കണ്ടിട്ടില്ല. ഇനി ലച്ചുവിനറിയുന്ന പെണ്ണായിരിക്കും അമ്മോ. ഊഫ്, എങ്കിൽ പിന്നെ എല്ലാം അവസാനിച്ചു തന്നെ. നാശം, ഈ നാട്ടിലേക്കുള്ള ഓരോ വരവും കുഴപ്പം പിടിച്ച. എടാ അങ്ങോട്ട് നോക്കി, ആ നിൽക്കുന്ന നമ്മുടെ ലച്ചുവിനെ കിട്ടിയ പയ്യനല്ലേ? അതെ, ആ കൊച്ചൻ തന്നെയാ. എന്താണെന്ന് ചോദിക്കാം, വാ. മോളെ, നീയും സഞ്ജുവും അമ്മുവിന്റെ വീട് തേടി പോയതല്ലേ? എന്നിട്ട് കാര്യമായ ഒരു വിവരം കിട്ടിയതുമില്ല. അതിന്റെ പേരിൽ എന്തിനാ മോളെ ഞങ്ങളെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത്? ഈ അച്ഛന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം ഇതൊക്കെ. ഞാനൊരു BP പേഷ്യന്റ് ആണെന്ന കാര്യം മോക്ക് അറിയാവുന്നതല്ലേ? ആ പെണ്ണിനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന നിമിഷം മുതൽ ഞാൻ പറയുന്നത് അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന്. അതിന്റെ ദോഷം അനുഭവിക്കേണ്ടത് നമ്മളാണെന്നും പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി പ്രഭേ? ആറ്റുനോറ്റിരുന്ന മകളുടെ എൻഗേജ്മെന്റാ മുടങ്ങാൻ പോകുന്നത്. ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? എൻഗേജ്മെന്റ് മുടങ്ങുമെന്ന് മാത്രം താൻ പറയരുത്. തറവാട്ടി വെച്ച് ഇവള് പറഞ്ഞിട്ട് പോയത് പ്രഭ മറന്നോ? നമ്മളൊന്നും അല്ല അവക്ക് വലുതെന്ന്, രക്തബന്ധം പോലും ഇല്ലാത്ത അവളാണെന്ന്. അമ്മുവിനെ പറ്റി വിവരം കിട്ടിയിട്ട് മതി എൻഗേജ്മെന്റ് എന്നേ ഞാൻ പറഞ്ഞോളൂ. അമ്മു അമ്മു അമ്മു, എനിക്കിത് കേട്ടിട്ട് ഭ്രാന്ത പിടിക്കുന്നേ. ആരോ തലയടിച്ച് പൊട്ടിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന അനിയത്തി വേഷം കെട്ടിച്ചതിന്റെ നാണക്കേട് അവക്കല്ല. അവളിനി വരില്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ജീവിതകാലം മൊത്തം കഴിച്ചു കൂട്ടുവോ? അവളെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് അവളുടെ വായിൽ ഇതുവരെ വന്നിട്ടുണ്ടോ? നിങ്ങൾ പോയത് അമ്മുവിന്റെ വീട്ടിൽ തന്നെയാണെന്ന് ഉറപ്പാണ്. മുത്തശ്ശിയുടെ പേര് അവൾ എന്നോട് പറഞ്ഞിരുന്നു. ബാലാമണി അമ്മ എന്ന അവരുടെ പേര്. അതുവെച്ചാ ഞങ്ങൾ ആ വീട് കണ്ടുപിടിച്ചത്. പ്രഭേ, ഇവര് പോയത് ആ വീട്ടിൽ തന്നെയാ, അതിനൊരു സംശയം വേണ്ട. പക്ഷേ ആ വീട്ടുകാർ ആ പെണ്ണിനെ അറിയില്ല എന്ന് കളവ് പറഞ്ഞതാ. ഇതുപോലെ പലരും അവരുടെ പേരും പറഞ്ഞ് അവിടെ ചെന്നിട്ടുണ്ടാവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്തിനാലോചിക്കണം? ഞാൻ പറഞ്ഞാലേ വല്ലതും കൂടിപ്പോവും. പ്രഭേ, നിങ്ങളുടെ പുന്നാര മോളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഇനിയെങ്കിലും ആ പെണ്ണിന്റെ പിന്നാലെയുള്ള അലച്ചിലൊന്ന് മതിയാക്കാൻ പറ. ഈ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരല്ലേ നമ്മള്? സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു നമ്മുടേത്. ആ പെണ്ണ് എന്ന് വന്ന് കേറിയോ അന്ന് തുടങ്ങിയതാ നമ്മുടെ സമാധാനക്കേട്. അമ്മു, നീ എവിടെയാ? നിന്നെ അന്വേഷിച്ച് ഞാൻ എവിടെയെല്ലാം അലഞ്ഞു. നീ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നു. അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല അമ്മു. അല്ലെങ്കിൽ നീ എവിടെയായിരുന്നെങ്കിലും ചേച്ചി ഒന്ന് വിളിച്ചേനെ. എന്താ മോളെ നിനക്ക് പറ്റിയ? ഇയാൾക്ക് കിടക്കാറായോ? എല്ലാരും കിടന്നല്ലോ ചേച്ചി. എന്നമാ കിടന്നോ? എന്താ അമ്മു? വെറുതെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചു പോയതേ ചേച്ചി. എന്ത് കാര്യങ്ങള്? നമ്മുടെയൊക്കെ ജീവിതം തന്നെ. നമ്മുടെയല്ല, എന്റെ ജീവിതം തന്നെ പറയാം. വേറൊരാളുടെ ജീവിതം അളക്കാൻ നമ്മളാളല്ലല്ലോ. എന്റെ ജീവിതം ശാന്തായിരുന്നു ചേച്ചി. അധികം മാവലാതികളില്ലാത്ത
ഒരു കൊച്ചു ലോകം. പെട്ടെന്നൊരു കൊടുങ്കാറ്റില് ഒരില പുഴയിലേക്ക് പാറി വീണ പോലെ. അതുവരെ ഒരിടത്ത് ഉറച്ചു നിന്നതല്ലേ. ആ ഇലയ്ക്ക് അറിയില്ലല്ലോ ഏത് കുത്തൊഴുക്കിലേക്കും ചുഴിയിലേക്കോ വീഴാൻ പോകുന്നേന്ന്. എന്നിട്ട് എന്ത് പറ്റി ആ ഇലയ്ക്ക്? പറ, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. പുഴയൊരുക്കി പാഞ്ഞു പോകുമ്പോ താങ്ങി നിർത്താൻ ഒരു പാറക്കൂട്ടം കിട്ടി. അവിടെ ഭദ്രമായി പാവയില. പിന്നെന്താ അമ്മുക്കുട്ടി ഇപ്പൊ പ്രശ്നം? പ്രശ്നം വേറെ ആർക്കും ഇല്ല ചേച്ചി, എന്റെ മനസ്സിന് തന്നെയാ. ഇതൊക്കെ നിങ്ങൾ തരുന്ന ഈ സ്നേഹമൊക്കെ അർഹിക്കുന്നുണ്ടോന്ന് ഞാൻ എന്റെ മനസ്സിനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കാം. അതെന്താ ഇപ്പൊ അങ്ങനെ? തണല് തന്നവരെയൊക്കെ തളർത്താനേ എന്നെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ ചേച്ചി. നാളെ നിങ്ങളും തണല് തന്നവരെന്ന് പറഞ്ഞ ആരെയാ അമ്മ ഉദ്ദേശിച്ചത്? അത് എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഞാൻ കാരണം സങ്കടം ഉണ്ടായിട്ടുള്ളൂ എന്നാ ഉദ്ദേശിച്ചത്. അതാണോ? അമ്മുവിനെ സ്നേഹിച്ചത് കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവുന്നെങ്കിൽ ശാരദാമ്മ മക്കളും അതിന് സഹിച്ചു. സ്നേഹത്തിന്റെ മറ്റൊരു പേരാ അമ്മു വേദന. മനസ്സിൽ എത്ര സ്നേഹമുണ്ടോ അത്രയും നമ്മൾ വേദനിക്കും. ഞാൻ ചായ എടുക്കാം. എനിക്കുള്ളത് ഇങ്ങനെ തന്നേക്ക്. സൂപ്പർ ചായ ആണല്ലോ. ആ കണ്ടു പഠിക്ക ശ്യാമേ. നിന്നേക്കെ പോലെ മടി പിടിച്ചേ സൂര്യൻ ഉച്ചിയിലടിച്ചാലും കൂനിക്കൂടി കിടന്ന് ഉറങ്ങുകയല്ല. നേരം പരപരാ വെളുക്കുമ്പോഴേ ഒരു വീട്ടിലേക്ക് വേണ്ട പണിയൊക്കെ ചെയ്തു വെക്കും. ഓ ആയിക്കോട്ടെ. അമ്മ വേണമെങ്കിലേ ഞങ്ങളൊക്കെ ഡിവോഴ്സ് ചെയ്തിട്ട് അമ്മൂനെ മകളായിക്കോ. വേണമെങ്കിൽ ഞാൻ അതും ചെയ്യൂടി. ഏത് വീട്ടിൽ ചെന്ന് കേറിയാലും അവിടെ വിലമതിക്കാൻ പറ്റാത്ത സ്വത്താ എന്റെ അമ്മുമോള്. എല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോ നീ എങ്ങോട്ട് ഒഴിഞ്ഞു മാറിയത്? പേടിച്ച് പരിഭ്രമിച്ച് ഓടിപ്പോകുന്ന ഞാൻ കണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ എന്റെ പിന്നാലെ ഒരാൾ നടക്കുന്നുണ്ടെന്ന്. അതിന് അതും ആ കുട്ടികളുമായിട്ട് ഫോട്ടോ എടുക്കുന്നതായിട്ട് എന്താ ബന്ധം? ആ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതാ. അവരത് എടുത്ത് ചിലപ്പോ കേടും. അപ്പോ ഫോട്ടോയിലുള്ളവരെ കൂടെ എന്നെയും കാണും എല്ലാരും. അപ്പൊ അയാൾക്ക് മനസ്സിലാവും ഞാനിവിടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ കണ്ട അടുത്ത നിമിഷം അയാൾ ഇവിടെ എത്തുന്ന ഉറപ്പാ. നിനക്ക് അയാളെ അത്രയ്ക്കും പേടിയാണോ എപ്പോഴും? ചേച്ചിക്ക് അറിയില്ല അയാളുടെ സ്വഭാവം. എന്റെ കാര്യത്തിൽ അയാൾക്ക് ഒരു അരപ്രാന്തന്റെ മട്ട. അരപ്രാന്തായാലും മുഴുപ്രാന്തായാലും ഇനി അയാളെ പേടിക്കേണ്ടെന്ന് നിന്നോട് ഞങ്ങളല്ലേ പറഞ്ഞിരുന്നത്? ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നുള്ള ധൈര്യത്തിലാ പണ്ട് അയാൾ നിന്റെ പിന്നാലെ നടന്നത്.
വിഷ്ണുവേട്ടന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടിയതോടെ അയാൾക്ക് അന്നേ തൃപ്തിയായിട്ടുണ്ടാവും. ഇനി എന്തായാലും നിന്റെ പിന്നാലെ അയാള് വരാൻ പോകുന്നില്ല, അത് ഉറപ്പിക്കാം. അതെ, അല്ലെങ്കിലും അയാള് നീയായിട്ട് ഇനി എന്താ ബന്ധം? അയാള് താലി കെട്ടാൻ കാത്തിരുന്ന കല്യാണ മണ്ഡപത്തിൽ നിന്ന് അയാളെ കബളിപ്പിച്ച് ഓടിക്കളഞ്ഞൊന്നും അല്ലല്ലോ നീ, ആണോ? അയ്യോ അയ്യോ ഇല്ലമ്മേ. അതിന് നീ എന്തിനാ ഇത്ര ഞെട്ടുന്നത്? ഇവിടെ ഉണ്ട്. എന്താടി, അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ ഇതിനകത്ത്? ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. ദേ ശാലിനി ഡ്രാമ പിള്ളേരായിട്ടുള്ള ഫോട്ടോ കിട്ടി. ആണോ? എവിടെ? നോക്കി,